സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം. 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അബ്രഹാമിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യും. വൃക്ക, കരൾ, ഹൃദയ, വാൽവ് എന്നിവയാണ് ദാനം ചെയ്യുക. അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗമാണ് തിരുവനന്തപുരത്ത് എത്തിക്കുക. റോഡ് അപകടത്തെ തുടർന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അബ്രഹാമിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, ആശ്വാസകരമാണ്, വിഷമമുണ്ടാക്കുന്നതാണെങ്കിലും ആശ്വാസകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെയാണ് ഈ അവയവങ്ങൾ എത്തിക്കുക? അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്? രാജേഷ്, സംസ്ഥാനത്തെ അവയവദാന ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രം എഴുതിക്കൊണ്ടാണ് ആലിൻ ഷെറിൻ വിട പറയുന്നത്. 4 പേർക്കാണ് ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങളിലൂടെ പുതുജീവൻ ഏകുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ മരണം സംഭവിക്കുകയും പിന്നീട് ഈ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എന്ന കുഞ്ഞിൻ്റെ അവയവങ്ങൾ 4 പേർക്കായിട്ട് ദാനം ചെയ്യാനായിട്ട് കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ തീരുമാനമെടുക്കുകയായിരുന്നു. വൃക്ക, ഒപ്പം കരള്, ഹൃദയവാൽവ് എന്നീ അവയവങ്ങളാണ് കുഞ്ഞിൻ്റെ ദാനം ചെയ്യുന്നത്. ഇത് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം തന്നെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റും. ഏതായാലും ഈ അവയവങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അവയവങ്ങളുമായി വൈദ്യസംഘം ആശുപത്രിക്ക് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ടി അമൃതയുടെ ഡി ലെവൽ ആംബുലൻസ് തന്നെ തയ്യാറായി കാത്തിരിപ്പുണ്ട്. ഒപ്പം ഈ വഴിനീളെ റോഡ് മാർഗമാണ് ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. ഈ സമയത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സജ്ജീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് സംഘം ഇതിനെ എസ്കോർട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ആംബുലൻസ് അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഏതായാലും നേരത്തെ ആംബുലൻസിന്റെ ഡ്രൈവർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ആംബുലൻസിനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹത്തിന് ഇതിനു മുമ്പും ഇത്തരത്തിൽ ആംബുലൻസ് ഓടിച്ച അനുഭവ പരിചയങ്ങളുണ്ട്. ഈ ആംബുലൻസ് അതുകൊണ്ട് തന്നെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവത്തിനോടൊപ്പം തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആലിൻ ഷെറിൻ്റെ മരണത്തോടുകൂടി തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഈ മാസം 5-ാം തീയതിയായിരുന്നു മാതാവിനും ഒപ്പം മാതാവിൻ്റെ രക്ഷിതാക്കളോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആലിൻ ഷെറിന് അപകടം സംഭവിക്കുന്നത്. 10 മാസം പ്രായമുള്ള കുഞ്ഞിന് അപകടം പറ്റുകയും പിന്നീട് കോട്ടയത്ത് തന്നെയുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിൽ പിന്നീട് കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഇല്ലാതിരുന്നതിനെ തുടർന്നാണ് പിന്നീട് ഫെബ്രുവരി മാസം 6-ാം തീയതി കുട്ടിയെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഇതിനിടയിൽ ഏതായാലും കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. സർക്കാരിൻ്റെ അവയവദാന സൈറ്റായിട്ടുള്ള കേസോട്ടോ വഴിയാണ് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് അവർ സമ്മതം അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അവയവങ്ങൾ പുറത്തെത്തിക്കുകയും പിന്നീട് ഇതിൻ്റെ ദാതാക്കൾക്കായിട്ട് കൈമാറാനായിട്ടുള്ള കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്കായിട്ടാണ് ഈ കൈമാറ്റം ചെയ്യുന്നത്. ഈ അവയവങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും പൂർത്തിയായിട്ടുണ്ട്. ഈ ആംബുലൻസ് പോകുന്നത് റോഡ് മാർഗമായതുകൊണ്ട് തന്നെ വലിയ ഒരു സഹകരണം അത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആംബുലൻസ് പോകുമ്പോൾ വഴിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ സഹകരിക്കുന്നത് അത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ഈ ആംബുലൻസിന്റെ നമ്പർ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുകയാണ്. KL 07DF 3177 ഡി ലെവൽ ആംബുലൻസ് ആണ്. ഈ അമൃതയുടെ ആംബുലൻസാണ്. ഈ ആംബുലൻസിലാണ് ഈ കുട്ടിയുടെ അവയവങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അവയവങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. രാജേഷ്, കിരൺ, സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഡി ലെവൽ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് ഈ അവയവവുമായി എത്തുമ്പോൾ സ്വാഭാവികമായും റോഡ് മാർഗമാണ്. അതായത് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ. ആ റൂട്ടിനെ കുറിച്ചുള്ള വ്യക്തത എന്തെങ്കിലും ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ടോ?
രാജേഷ്, ഈ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് വരുന്നത് ഇവിടെ നിന്നും, അതായത് എടപ്പള്ളി അമൃത ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന കുട്ടിയുടെ അവയവങ്ങൾ പിന്നീട് കുന്നുംപുറം, എടപ്പള്ളിയിൽ തന്നെയാണ്, കുന്നുംപുറത്തേക്ക് എത്തും. അവിടെ നിന്നും എടപ്പള്ളി വൈറ്റില കുണ്ടന്നൂർ വഴി തൃപ്പൂണിത്തുറ ബൈപ്പാസിലേക്ക് കയറും. അവിടെ നിന്നും കാഞ്ഞിരമറ്റം, തലയോലപ്പറമ്പ്, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അടൂര്, കൊട്ടാരക്കര, കിളിമാനൂർ, വെഞ്ഞാറമൂട്, കഴക്കൂട്ടം ഈ വഴിയാണ് ഈ എയിംസിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് ഈ വഴിയെ സംബന്ധിച്ച് ഏതായാലും പോലീസും പങ്കുവെക്കുന്നത്. പോലീസും ഇതിനോടൊപ്പം തന്നെ എക്സ്കോർട്ടായിട്ടുണ്ട്. പോലീസിന്റെ സംഘം കൂടെയുണ്ട്. ഒപ്പം ഏതായാലും വലിയ ഒരു പരിചയസമ്പന്നതയുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു ഡ്രൈവർ തന്നെയാണ് ഏതായാലും ഈ ആംബുലൻസിനെ നയിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹായി കൂടി ആംബുലൻസിലുണ്ടാകും. 2 പേരാണ് ആംബുലൻസിലുള്ളത്. ഒപ്പം വൈദ്യ സംഘം കൂടി അമൃത ആശുപത്രിയിൽ നിന്ന് ഇതിലേക്ക് ചേരുന്നതായിരിക്കും. ഏതായാലും 3 മണിക്കൂർ എന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ കൊച്ചിയിൽ നിന്നും ഈ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും ഡ്രൈവർമാരും പങ്കുവെക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒരു ബഹുമതിയോടുകൂടിയായിരിക്കുമല്ലോ മൃതദേഹം കൈമാറുക. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇപ്പോൾ ലൈവ് രാജേഷ്, ഈ അവയവദാന ചരിത്രത്തിലൊരു പുതുയുഗം തന്നെയാണ് ഈ അലിൻ ഷെറിൻ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു യാത്രയയപ്പ് തന്നെ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ഭൗതികദേഹത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയതിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനുള്ള സജ്ജീകരണങ്ങൾ അത് ഈ ആശുപത്രിയിൽ തന്നെ വെച്ച് തന്നെയായിരിക്കും ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുക. നേരത്തെ ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കരൾ എടുക്കുന്നതിന്, അത് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നടപടി കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അവയവങ്ങളുമായിട്ടുള്ള വൈദ്യസംഘം പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ആശുപത്രിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏതായാലും അവയവങ്ങളുമായി മെഡിക്കൽ സംഘം എത്തുന്നു. അവർ പിന്നീട് ആംബുലൻസിലേക്ക് കയറുന്നു. അതിനുവേണ്ടി ഈ ആംബുലൻസ് വരും എന്ന് കണക്കുകൂട്ടി തന്നെ ഇപ്പോൾ തന്നെ കൊച്ചിയിൽ അതിനുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ തിരക്കുള്ള ഒരു പ്രദേശത്തോടുകൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ഈ കുന്നംപുറം ജംഗ്ഷൻ അടക്കം തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ആംബുലൻസ് എത്തുന്ന സമയത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് ഓരോ ജംഗ്ഷനിലും കൃത്യമായി തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ കൊച്ചി സിറ്റിയുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പുത്തൻകാവ് വരെയാണ് ഈ കൊച്ചി സിറ്റിയുടെ പരിധിയിൽ വരുന്നത്. അതിനുശേഷം കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘമാണ് മറ്റ് ഗതാഗത കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഏതായാലും ഒരു തടസ്സവുമില്ലാതെ റോഡ് വഴി ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 3 മണിക്കൂർ എന്നുള്ള ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് ഈ അവയവങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം തന്നെയാണ് ഏതായാലും ഒരുക്കിയിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് മാർഗം എന്നുള്ളൊരു കാര്യം അത്തരത്തിലൊരു റോഡ് മാർഗം സ്വീകരിക്കാനായിട്ട് തയ്യാറാകേണ്ടി വന്നത്. ഏതായാലും 3 മണിക്കൂർ എന്നുള്ള ഒരു സമയം, ആ ഒരു സമയം പാലിച്ചുകൊണ്ട് തന്നെ ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ആംബുലൻസിന്റെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത്. രാജേഷ്, സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതിയ ചരിത്രം. 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യും. വൃക്ക, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്യുക. അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക. റോഡ് അപകടത്തെ തുടർന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. എന്തായാലും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും അതുവഴി യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് സ്വാഭാവികമായും ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. എന്തായാലും റോഡ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു, തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു. തിരുവനന്തപുരത്ത് ആണ് കുട്ടിയുടെ ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. എന്തായാലും
SIT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള കുട്ടിക്കാണ് നൽകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായതിനു ശേഷം ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാകും കുഞ്ഞിൻ്റെ ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. സംസ്ഥാന ബഹുമതികളോട് ആണ് മൃതദേഹം കൈമാറുന്നത്. വിശദാംശങ്ങളാണ് കിരൺ കൊച്ചിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അമൃത ആശുപത്രിയിൽ നിന്നും ഇടപ്പള്ളി വൈറ്റില വഴി മിനി ബൈപ്പാസ് വഴി തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, ഏറ്റുമാനൂർ, കോട്ടയം വഴി കഴക്കൂട്ടം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഇതാണ് ആംബുലൻസ് വരുന്ന പാത. അതോടൊപ്പം തന്നെ ആ ആംബുലൻസിൻ്റെ നമ്പറും ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കൊടുക്കുന്നു. സ്വാഭാവികമായും വരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുക്കുക യാത്രക്കാരുടെയും മറ്റ് പൊതുജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് തന്നെയാണ്. ഒരു ജീവന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ്. നിർഭാഗ്യകരമായ സംഭവമാണെങ്കിൽ പോലും മറ്റു കുട്ടിക്ക് ജീവനേകാനുള്ള ഒരു നെട്ടോട്ടത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. വളരെ നിർണായകമായ മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഏകദേശം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയം 3 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്നാണ്. രാത്രിയായതിനാൽ എയർലിഫ്റ്റ് പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികൃതർ റോഡ് മാർഗം ആംബുലൻസിൽ തിരുവനന്തപുരത്ത് ഈ അവയവങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രം സൗത്ത് ബ്ലോക്കിൽ നിന്നും മാറ്റി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാതീർത്തിൽ പ്രവർത്തിക്കും. സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമുള്ള ഓഫീസ് സമുച്ചയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ വിസ്ത എന്നാൽ സേവനത്തിന്റെ പുണ്യസ്ഥലം എന്നർത്ഥം. ജനസേവനത്തിന് മുൻഗണന നൽകുന്ന ഭരണരീതിയുടെ പ്രതീകമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസും ഇനി മുതൽ പുതിയ മേൽവിലാസത്തിൽ അറിയപ്പെടും. സേവാതീർത്ത് 1 പ്രധാനമന്ത്രിയുടെ ഓഫീസ്. സേവാതീർത്ത് 2 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കും. സേവാതീർത്ത് 3 നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ ഓഫീസിലെ മീറ്റിംഗ് റൂമുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും ഒത്തിണങ്ങിയ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ് യോഗങ്ങൾക്കായി പ്രത്യേക മുറിയും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓപ്പൺ ഫ്ലോർ മോഡൽ രീതിയിലുള്ള ഓഫീസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടൊപ്പം വിദേശ പ്രതിനിധികളുമായുള്ള ചർച്ചകൾക്കായി ഇന്ത്യ ഹൗസ് എന്ന പ്രത്യേക സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ പ്രതീകമായ സൗത്ത് ബ്ലോക്ക് ചരിത്ര മ്യൂസിയമായി മാറ്റാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര ഭരണ മേഖലയെ പുനർവികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ 4ാം ഘട്ടമാണിത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ സുപ്രധാന അധികാര കേന്ദ്രം മാറുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മാണ രീതിയിലുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ ഭാരതത്തിന്റെ 5000 വർഷത്തെ നാഗരികത പ്രകടമാക്കുന്ന മ്യൂസിയമാക്കി മാറ്റാനാണ് സർക്കാർ പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടം അടുത്ത വർഷം ആരംഭിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അബ്രഹാമിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യും. വൃക്ക, കരൾ, ഹൃദയ, വാൽവ് എന്നിവയാണ് ദാനം ചെയ്യുക. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും അല്പസമയത്തിനകം റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ് അപകടത്തെ തുടർന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയുടെ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അബ്രഹാമിന് മസ്തിഷ്ക മരണം സംഭവിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയായിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കിരൺ ചേരുന്നുണ്ട്. കിരൺ, നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇത് ഇപ്പോൾ ഈ അവയവങ്ങൾ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും രാജേഷ്, ഈ അവയവങ്ങളാണ് അവയവങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മെഡിക്കൽ സംഘം അവർ ആശുപത്രിയിൽ നിന്ന് ഈ അവയവങ്ങൾ മാറ്റിയതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു. ഇത് ഇനി ആംബുലൻസിലേക്ക് എത്തിക്കുന്നു. ഈ ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ, കുട്ടിയുടെ 4 അവയവങ്ങളാണ് പ്രധാനമായിട്ടും അവയവദാനം ചെയ്യുന്നത്. കിഡ്നി, ഹൃദയ, വാൽവ്, ഒപ്പം തന്നെ വൃക്ക, ഇത്തരം അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ പുറത്തേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ആംബുലൻസ്
സമയത്തിനുള്ളിൽ തന്നെ ഇറങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡ് മാർഗമാണ് ഈ ആംബുലൻസ് പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഈ ആംബുലൻസിനെ ഒപ്പം പോകുന്ന ഡോക്ടർ, അമൃതയിൽ നിന്നുള്ള ഡോക്ടർ അടക്കം ഉള്ള ആളുകൾ ആംബുലൻസിനകത്തേക്ക് കയറുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആംബുലൻസ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഇറങ്ങും. ഇതിനുശേഷം റോഡ് മാർഗമാണ് പോകുന്നത്. ഒരു തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ഇത് ആംബുലൻസ് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും കുന്നുംപുറം, അവിടെ നിന്നും ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ വഴി കോട്ടയത്തേക്കും ഇവിടെ നിന്ന് പിന്നീട് ഹൈവേ മാർഗം തന്നെയാണ് ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ശബ്ദത്തിൽ ചെറിയ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ റേഞ്ചിൻ്റെ പ്രശ്നമാകാം. വിശദാംശങ്ങൾ കിരണാണ് നൽകിക്കൊണ്ടിരുന്നത്. ആലിൻ ഷെറിൻ്റെ അവയവങ്ങളുമായി ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. റോഡ് മാർഗമാണ് അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് പോലീസ് ആംബുലൻസിന് വഴിയൊരുക്കുന്നത്. അമൃതയിൽ നിന്നും കുന്നുംപുറം, ഇടപ്പള്ളി, വൈറ്റില വഴി, മിനി പാസ് വഴി തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി വഴി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു. ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കണമെന്ന് തന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് എസ്കോർട്ടിൽ തന്നെയാണ് ഈ ആംബുലൻസ്, ഡി ലെവൽ ആംബുലൻസ് അമൃതയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. കിരൺ ഉണ്ടെങ്കിൽ കിരൺ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഇപ്പോൾ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. എന്ത് വികാരമാണ് ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? ഒരുപക്ഷെ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളല്ലേ എല്ലാത്തിനും ശേഷമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും രാജേഷ്, വളരെ സങ്കീർണമായ നടപടികൾ അത്തരത്തിലൊരു കാര്യം തന്നെ. അതായത് 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് സംസ്ഥാനത്ത് തന്നെ അവയവദാന ചരിത്രത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞൊരു അവയവദാതാവ് ഉണ്ടാകുന്നത് ആദ്യ സംഭവമാണ്. കുഞ്ഞിന്റെ അവയവങ്ങൾ 4 അവയവങ്ങളാണ് പ്രധാനമായിട്ടും 4 പേർക്ക് പുതുജീവൻ നൽകുന്നതിന് വേണ്ടി പകുത്തു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഈ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് രക്ഷിതാക്കൾ തയ്യാറാവുകയായിരുന്നു. കരള്, ഹൃദയവാൽവ്, ഒപ്പം തന്നെ ഈ അവയവങ്ങളാണ് ഇതിന്റെ ദാനം ചെയ്യുന്നത്. ഇതിന് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള ആളുകൾക്കായിട്ടാണ് ദാനം ചെയ്യുന്നത്. ഈ അവയവങ്ങൾ മാറ്റുന്ന നടപടികൾ നേരത്തെ തന്നെ ഈ കൊച്ചി അമൃത ആശുപത്രിയിൽ ആരംഭിച്ചിരുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് കുട്ടിയുടെ മൃതദേഹത്തിന് സർക്കാർ നാടോത്സവം അടക്കം അർപ്പിച്ചിരുന്നു. ഈ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഏതായാലും ഈ അവയവങ്ങൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ അവയവങ്ങൾ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയാണ്. അതിനുവേണ്ടി ആംബുലൻസുമായിട്ടുള്ള വൈദ്യസംഘം ഏതായാലും കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. രാജേഷ്, എസ് കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഡ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ്റെ അവയവങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. ആംബുലൻസ്, ഡി ലെവൽ ആംബുലൻസിലാണ് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടപ്പള്ളിയിൽ നിന്നും വൈറ്റില വഴി, മിനി ബൈപ്പാസ് വഴി തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല വഴി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു. റോഡ് മാർഗമായതിനാൽ ഗതാഗത തടസ്സമുണ്ടാകരുത് എന്ന ഒരു മുന്നറിയിപ്പ് മാധ്യമങ്ങളുടെ അധികൃതർ നൽകിയിരിക്കുന്നു. പോലീസ് ഉൾപ്പെടെ എസ്കോർട്ട് പോവുകയാണ്. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയായതിനാൽ എയർലിഫ്റ്റ് കഴിയില്ല എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് റോഡ് മാർഗം അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളും ഗാർഡ് ഓഫ് ഓണറിന് ശേഷം കുഞ്ഞിൻ്റെ ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്ഥാന ബഹുമതികളോടെയാണ് മൃതദേഹം കൈമാറുക. കിരൺ, ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? ഒരു പൊതുവികാരം എങ്ങനെയാണ് ഇപ്പോൾ? രാജേഷ്, ഈ
ഈ കുഞ്ഞിന്റെ അവയവദാനം അത് പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിലാണ് ഈ അവയവങ്ങളുമായി വൈദ്യസംഘം പുറപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ അവയവങ്ങൾ പുറത്തേക്ക് എത്തിച്ച സമയത്തടക്കം പിന്നീട് കുട്ടിയുടെ മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാർ ആഗ്രഹമർപ്പിച്ചിരുന്നു, ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. അതിനുശേഷമാണ് കുട്ടിയുടെ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇനി കുടുംബം ഇതിനു ശേഷം ഏതായാലും കൃത്യമായ കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് കുഞ്ഞ് അപകടത്തിൽപ്പെടുന്നത്. അമ്മയോടും അമ്മയുടെ രക്ഷിതാക്കളോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ പള്ളത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം കുട്ടി ആദ്യം ചെത്തിപ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്കും അവിടെ നിന്നും കുട്ടിക്ക് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ലാതിരുന്നതിനെ തുടർന്നാണ് അമൃത ആശുപത്രിയിലേക്ക് എത്തുന്നത്. അത് പിറ്റേ ദിവസം തന്നെ എത്തിയിരുന്നു. ഫെബ്രുവരി 6-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് കുട്ടിയെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഇവിടുത്തെ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ നൽകിയിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച്. അപ്പോഴും കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാതിരുന്നതിനെ തുടർന്നാണ് പിന്നീട് മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുട്ടി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ ഈ ഒരു വലിയ കർത്തവ്യത്തിന് വേണ്ടി തയ്യാറാവുകയായിരുന്നു. കുട്ടിയുടെ അവയവങ്ങൾ 4 പേർക്കായി പുതുജീവൻ നൽകിക്കൊണ്ട് പകുത്തു നൽകാനായിരുന്നു അവർ തയ്യാറായത്. അവർ അതിനുള്ള സമ്മതം അറിയിച്ചു. അതിനുശേഷമാണ് മറ്റു നടപടികൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കുന്നു. കേസോട്ടോ വഴി അവയവങ്ങൾ അത് നൽകേണ്ടവർക്ക് വേണ്ടി കണ്ടെത്തുന്നു. ഈ അവയവത്തിനായി കാത്തിരുന്ന സ്വീകർത്താക്കൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ കൂടി നടപടികൾ പൂർത്തിയാക്കിയതോടുകൂടി തന്നെ ഇന്നാണ് ഈ അവയവങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. കുട്ടിയുടെ മൃതദേഹത്തിൽ നിന്ന് ഈ അവയവങ്ങൾ എടുക്കുകയും പിന്നീട് ഇപ്പോൾ ആ നടപടികളെല്ലാം പൂർത്തിയാക്കി അല്പസമയത്തിന് മുമ്പായിരുന്നു ഇത്തരത്തിൽ അവയവങ്ങളുമായിട്ടുള്ള വൈദ്യസംഘം തിരുവനന്തപുരത്തേക്കും യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് കിരൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ ഇനി 4 പേരിലൂടെ ജീവിക്കും. അവയവവുമായി തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിന് തടസ്സമുണ്ടാകരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വാഭാവികമായി അതിനൊരു വഴിയൊരുക്കണം എന്ന അഭ്യർത്ഥനയാണ് ഏവർക്കുമുള്ളത്. റോഡ് മാർഗമാണ് അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത ജാഗ്രതയിലാണ് പോലീസ് എസ്കോർട്ട് നൽകിയാണ് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് പോലീസ് ആംബുലൻസിന് വഴിയൊരുക്കുന്നത്. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും 10 മിനിറ്റ് മുമ്പാണ് ആംബുലൻസ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നത്. പൊതുജന ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ആംബുലൻസിന് ഗതാഗത തടസ്സമുണ്ടാക്കാതെ വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഒരു 4 ജീവന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. എന്തായാലും ആലിൻ ഷെറിൻ്റെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് അല്പസമയത്തിനകം വിട്ടു നൽകും. എന്തായാലും സംസ്ഥാന ബഹുമതികളോട് കൂടിയായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. ഒരു വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനി 4 പേരിൽ അതിന് ജീവൻ വയ്ക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള കുട്ടിക്കാണ് വൃക്കകൾ നൽകുന്നത്. എന്തായാലും ഗതാഗത തടസ്സം ഉണ്ടാക്കരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.